നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ എങ്ങനെയാണ് ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ക്ലാസ്സാണ്. ഞാൻ വീഡിയോ ആണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഇട്ട് തന്നത്. ഇനി അത് പൂർണ്ണമായിരുന്നില്ല, അതിന്റെ ബാലൻസും കൂടി നിങ്ങൾക്ക് ഞാൻ അത് പറഞ്ഞു തരാം. ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ ആ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഫിക്സ് ചെയ്ത് അത് ലെവൽ ചെയ്ത് അതുപോലെ തന്നെ റീഡിംഗ് എടുക്കുന്ന മെത്തേഡ്, അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആണ് ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ നമ്മൾ സെലക്ഷൻ ഓഫ് സൂട്ടബിൾ പൊസിഷൻ, ഫിക്സിംഗ് ദി ലെവൽ ഓൺ ദി ട്രിപ്പോഡ്, അപ്രോക്സിമേറ്റ് ലെവലിംഗ് ബൈ ലെഗ്, പെർഫെക്റ്റ് ലെവലിംഗ് ബൈ ഫ്രൂട്ട് സ്ക്രൂ, ഫോക്കസിംഗ് ദി ഐ പീസ്, ഫോക്കസിംഗ് ദി ഒബ്ജക്ട് ഗ്ലാസ്, ടേക്കിംഗ് ദി സ്റ്റാഫ് റീഡിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ലെവലിംഗ് സർവേ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ അടുത്തുണ്ടാവും, അതിന്റെ ആക്സസറീസ് നമ്മുടെ അടുത്തുണ്ടാവും. അപ്പം ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് പൊസിഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് ആ പൊസിഷനിൽ ട്രിപ്പോഡ് ഫിക്സ് ചെയ്യണം ആ പൊസിഷനിൽ. എന്നിട്ട് അതിന്റെ മുകളിൽ ഇൻസ്ട്രുമെന്റ് ഫിക്സ് ചെയ്യണം. എന്നിട്ട് ലെഗ് അപ്രോക്സിമേറ്റ് ആയിട്ട് അതിന്റെ ബബിൾ ട്യൂബ് സെന്റർ വരുന്ന രീതിയിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് ലെവൽ ചെയ്യണം. പിന്നെ അപ്രോക്സിമേറ്റ് ലെവലിന് ശേഷം ഫ്രൂട്ട് സ്ക്രൂ ഉപയോഗിച്ച് സ്പിറ്റ് ലെവൽ കറക്റ്റ് സെൻട്രൽ വരുന്ന രീതിയിൽ ഫ്രൂട്ട് സ്ക്രൂ ഉപയോഗിച്ച് ലെവൽ ചെയ്യണം. അതുപോലെ നമുക്ക് സ്റ്റാഫ് റീഡിംഗ് കാണുന്ന ഐ പീസ്, ടെലസ്കോപ്പിന്റെ ഐ പീസ് നമുക്ക് ഓരോരുത്തരുടെയും ഐക്ക് അനുസരിച്ച്, കാരണം ഡിഫറെന്റ് പേഴ്സൺസിന് ഡിഫറെന്റ് ഐസൈറ്റ് ആയിരിക്കും. അപ്പൊ ഓരോരുത്തരുടെയും ഐസൈറ്റിനനുസരിച്ച് നമ്മൾ ഐ പീസ് ഫോക്കസ് ചെയ്യണം. അതുപോലെ ഒബ്ജക്റ്റ് ഗ്ലാസ്, കാരണം വിസിബിലിറ്റിയും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അത് ഫോക്കസിങ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് ഒബ്ജക്റ്റ് ഗ്ലാസ് നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെ റീഡിങ് എടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതില് ബാലൻസ് കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതും കൂടി കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആണ് ലാസ്റ്റ് പറഞ്ഞത്. ആ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പ്രകാരം എങ്ങനെയാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്നുള്ളത് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ അതിന്റെ ഇൻസ്ട്രുമെന്റ് ട്രിപ്പോഡിൽ ഫിക്സ് ചെയ്യുന്ന മെത്തേഡൊക്കെ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഫ്രൂട്ട് സ്ക്രൂ ലെവൽ ചെയ്യുക എന്നുള്ളതാണ്. അതൊന്ന് നിങ്ങൾ നോക്കുക. First you have to do the preliminary adjustment in the equipment. So it should be parallel. എന്ത് ചെയ്യണം, ഫസ്റ്റില് ടെലസ്കോപ്പ് 2 ഫ്രൂട്ട് സ്ക്രൂവിന് പാരലൽ ആയിട്ട് വെക്കണം. ആ സമയത്ത് ഈ ഇവിടെ കാണാം ഇതിന്റെ ബബിൾ ട്യൂബ് കാണാം. ഈ ബബിൾ ട്യൂബും ഫ്രൂട്ട് സ്ക്രൂവിന് പാരലായിട്ട് വരും, ടെലസ്കോപ്പും പാരലായിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ബബിൾ ട്യൂബ് സെൻട്രൽ വരുന്ന രീതിയിൽ ഈ ഫ്രൂട്ട് സ്ക്രൂ inner or outer ആയിട്ട് rotate. Both screws should be adjusted and the spirit level should be at the midpoint. Now the telescope is still. അപ്പൊ എന്ത് ചെയ്യാം, അത് മിഡ് പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. ടെലസ്കോപ്പ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അതാണ് ഇപ്പൊ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് 90 ഡിഗ്രിയിലേക്ക്. എന്നിട്ട് മൂന്നാമത്തെ ഫ്രൂട്ട് സ്ക്രൂ. Now only one foot screw is adjusted. So now you have to cross check the split level and adjusting slightly. അപ്പൊ എന്ത് ചെയ്യാം, സ്ലൈറ്റ് ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെൻട്രൽ വരുന്നതിൽ നോക്കുക. വീണ്ടും 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്തിട്ട്
അപ്പോ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന സമയത്ത് പിന്നെ അടുത്ത എന്താണ് ഐ പീസ്. ഇതാണ് ഐ പീസ് കാണിക്കുന്നത്. ഐ പീസ് നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഓബ്ജക്റ്റ് കൃത്യമായി കാണുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ഐ പീസ് നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പൊ ഐ പീസ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു വൈറ്റ് പേപ്പർ അതിന്റെ ടെലസ്കോപ്പിന്റെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ഫോക്കസ് ചെയ്ത് എടുക്കുക. അപ്പൊ അതിന്റെ അകത്ത് 3 ലൈന് കാണാം. ആ ലൈന് കൃത്യമായി വിസിബിൾ ആകുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാഫ് റീഡിങ്. സ്റ്റാഫ് റീഡിങ്ങിലേക്ക് കാണുന്ന പിന്നെ ഫോക്കസ് ചെയ്യണം. അപ്പൊ ടെലസ്കോപ്പ് ഫോക്കസ് ചെയ്യലാണ് അടുത്ത് വേണ്ടത്. അപ്പൊ സ്റ്റാഫ് റീഡിങ് ഇത് ഇവിടെ കാണാം. കംപ്ലീറ്റ് 1, 2, 3, 4, 5 എന്ന് മാർക്ക് ചെയ്യാം. ഓരോന്നും ഡെസിമീറ്റർ ആണ്. 1 എന്നുള്ളത് 10 സെന്റിമീറ്റർ, 2 എന്നുള്ളത് 20 സെന്റിമീറ്റർ. അങ്ങനെ 1 ഡെസിമീറ്റർ ഇക്വൽ ടു 10 സെന്റിമീറ്റർ ആ രീതിയിൽ. പിന്നെ ഓരോ ബ്ലാക്ക് കാണുന്നത് എന്താണ്, ഓരോ 0.5 mm ആണ്. ഒരു വൈറ്റും ഒരു ബ്ലാക്കും കൂടി കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ ആവും. അതാണ് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. അതാണ് സ്റ്റാഫ് റീഡിങ്സിന്. സ്റ്റാഫ് റീഡിങ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. അതുപോലെ നമ്മൾ പിന്നെ ടെലസ്കോപ്പ് കൂടി കാണുമ്പോൾ എന്ത് വിസിബിൾ ആയിരിക്കുന്നത് 3 ലൈൻ. ആ ലൈനാണ് പിന്നെ ഫോക്കസിന്റെ ഐ പീസ് എന്ന് പറയുന്നത്. പിന്നെ ഫോക്കസിന്റെ ഒബ്ജക്റ്റ് ഗ്ലാസ്, അടുത്ത ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്, അത് സ്റ്റാഫ് റീഡിങ്സ്. സ്റ്റാഫ് നമ്മൾ ഏത് പോയിന്റിന്റെ ലെവലാണോ കാണേണ്ടത് അവിടെ നമ്മൾ വെച്ചതിന് ശേഷം നോക്കും. ഇതിപ്പോ ഓരോന്നിന്റെയും റീഡിംഗ് ആണ് കാണിക്കുന്നത്. ഇപ്പൊ 2 മീറ്റർ 2.51. ഇവിടെയാണ് പോയിന്റ് എന്ന് വിചാരിക്കും. ഇവിടെയാണ് നമുക്ക് ടെലസ്കോപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 2.5 റെഡ് മാർക്ക് ചെയ്തില്ല, അവിടുത്താണെങ്കിൽ അത്രയാണ് 2.55 വരിക. ഇത്രയാണ്. അപ്പൊ റീഡിങ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും, സ്റ്റാഫ് നമ്മൾ ഏത് പോയിന്റിലാണോ ആ പോയിന്റിലേക്ക് കൊണ്ടുപോകും. So the leveling staff is fixed with the proper position as center. കാരണം കൃത്യമായിട്ട് ലെവലിംഗ് സ്റ്റാഫ് എന്ത് ചെയ്യണം, അവിടെ ആ പൊസിഷനിൽ കൃത്യമായിട്ട് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഫോക്കസിന്റെ ടെലസ്കോപ്പ് നമ്മൾ ഫോക്കസ് ചെയ്യും. ഇപ്പൊ അവിടെ ടെലസ്കോപ്പിന്റെ അടുത്ത് ഒരു സ്ക്രൂ കാണാം. ആ സ്ക്രൂ നമ്മൾ ഫോക്കസ് ചെയ്യാണ് ചെയ്യുക. ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓരോരുത്തരുടെ പോയിന്റ്, ഇപ്പൊ 0.95 ഇപ്പൊ റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഈ ടെലസ്കോപ്പിൽ നോക്കിയാൽ കാണുന്ന റീഡിംഗ് ആണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് എന്ത് ചെയ്യാം, സ്റ്റാഫ് മാറ്റാം. വേറൊരു പോയിന്റിലേക്ക് എടുക്കും. ഇപ്പൊ ഒരു ബേസ്മെന്റിന്റെ അവിടെയാണ് ഇപ്പൊ എടുക്കുന്നത്. ഇപ്പൊ തമ്മിലുള്ള ഡിഫറൻസ്, ഈ 2 ബിൽഡിങ്ങിന്റെ ബേസ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ്, ലെവൽ ഡിഫറൻസ് കാണാൻ വേണ്ടി കഴിയും. ഇത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, So the measurement of point B is being taken. The reading ആദ്യത്തത് എയും is 1.350 meter. ഇപ്പൊ കിട്ടിയ റീഡിംഗ് എത്ര, 1.350. നേരത്തെ പോയിന്റ് സംതിങ് ആണ് നേരത്തെ കിട്ടിയ റീഡിങ്സ്. ഇങ്ങനെയാണ് ഓരോ ഡബ്ബി ലെവൽ ഉപയോഗിച്ച് റീഡിങ്സ് നമ്മൾ ഓരോ പോയിന്റ്സിന്റെ റീഡിംഗ് എടുക്കുക. അപ്പൊ ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, തമ്മിലുള്ള ആറിൽ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും 2 പോയിന്റ് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് എങ്ങനെയാണ് ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ് മനസ്സിലാക്കാന്നുള്ളത്. ഇവിടെ പോയിന്റ്സ് എങ്ങനെയാണ് ആറിൽ കാണുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ എയിൽ നമുക്ക് കിട്ടിയ റീഡിംഗ് എത്രയാ, 0.950. ബിയിൽ കിട്ടിയ റീഡിംഗ് എത്രയാ, 1.350. അപ്പൊ ഇത് ഈ എയും ബിയും പോയിന്റ് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് എത്രയായിരിക്കും? അപ്പൊ
എയും തമ്മിൽ 1.35 0.95 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന റീഡിംഗ് ആണ് ഇതിൽ തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0.9. ഇതായിരിക്കും അതിന്റെ ലെവൽ ഡിഫറൻസ്. അപ്പൊ ഇതിപ്പോ ഇവിടെ ഈ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എന്ത് അപ്പുറത്തുള്ള 0.95 അല്ലേ വന്നത്. അപ്പൊ 0.95 എന്ന് പറയുമ്പോൾ അവിടുത്തെ പിന്നെ ലെവല് അവിടെയാണ്, അത്രയാണ് വരിക. അപ്പൊ തമ്മിലെ ഡിഫറൻസ് എത്രയാണോ ആ ഡിഫറൻസ് ആയിരിക്കുന്നത്. അപ്പൊ 0.405 ആണ് രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ് മീറ്റർ. ഇങ്ങനെയാണ് റീഡിങ് കാണുന്നത്. അപ്പോ ഒരു സ്റ്റാഫ് ഉപയോഗിച്ച് റീഡിങ് ഇങ്ങനെയാണ് എടുക്കുക. ഓക്കെ, മനസ്സിലാക്കുക. പിന്നെ അടുത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റാഫ് റീഡിങ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കി തരാം, അതൊന്ന് മനസ്സിലാക്കുക. 0 मीटर है, उसके बाद 5 mm यहाँ से स्टार्ट होगा। व्हाइट पट्टी डिवीजन ऑफ 5 mm मतलब क्या है, ये ब्लैक पट्टी या फिर व्हाइट पट्टी दोनों क्या है 5 mm की है। मतलब यहाँ पे अगर मैं व्हाइट पट्टी देखूं तो ये देख सकते हैं, यहाँ पे स्टाफ पे अलग अलग जो कैलिब्रेशन मैंने किए है। तो यहाँ पे देखिए ये ब्लैक पोर्शन है, व्हाइट पोर्शन है। तो यहाँ पे देखिए ये ब्लैक और व्हाइट पोर्शन है, उसके बाद यहाँ पे നിങ്ങള് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇവിടെ ഒരു ബ്ലാക്കും ഒരു വൈറ്റും കൂടി കൂടുന്നത് എന്താണ് 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം റീഡിങ്സ്. അപ്പം നമ്മളിപ്പം സ്റ്റാഫ് റീഡിംഗ് ഉപയോഗിച്ച് അതിന്റെ ടെലസ്കോപ്പിൽ വരുന്ന ലൈൻ ഓഫ് കോളിമേഷൻ എന്നാണ് ഇമാജിനറി ലൈൻ, ടെലസ്കോപ്പിന്റെ ആക്സസ് കൂടിൽ വരുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ, അത് സ്റ്റാഫിൽ എവിടെയാണോ കോൺസൈഡ് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ റീഡിംഗ് എടുക്കുക. ബ്ലാക്ക് ഒരു വെയിറ്റ് ഡിവിഷൻ 0.5 mm ആണ്, സോറി 5 mm ആണ്, എന്നാണ് 0.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഒരു ബ്ലാക്കും ഒരു വൈറ്റും കൂടി കൂടിയ 1 സെന്റിമീറ്റർ ആണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എത്രയാണ് ഈ പിന്നെ മിനിമം ഡിവിഷൻ എന്ന് പറയുന്നത് 5 mm. സ്റ്റാഫ് റീഡിംഗിന്റെ മിനിമം ഡിവിഷൻ 5 mm ആണ്. अगर ब्लैक और व्हाइट पट्टी दोनों को गिने ഇപ്പം ഓരോ 1 സെന്റിമീറ്റർ ഓരോ ഡെസിമീറ്റർ ആണ്. 0.1 മീറ്റർ എന്ന് പറയുന്നത് ഡെസിമീറ്റർ. അത് 1 തന്നെ ഉണ്ടാവുക സ്റ്റാഫില്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഇതിവിടെ ഇങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അത് മനസ്സിലാക്കാം. ഇനി നമുക്ക് പിന്നെ എങ്ങനെയാണ് റീഡിങ് മെഷർ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ അതില് ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം ഈ ടെലസ്കോപ്പ് വഴി നോക്കുമ്പോൾ ഒരു യെല്ലോ കളർ ലൈന് ഇപ്പൊ ഇവിടെയാണ് ആ റീഡിങ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് ഇവിടെ റൗണ്ട് കാണുന്നുണ്ടാവും. ഈ റൗണ്ട് ഇത് ടെലസ്കോപ്പിലുള്ള ഇങ്ങനെയാണ് കാണുക. ഈ ടെലസ്കോപ്പിൽ ഈ സെന്ററിലുള്ള ലൈനാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. ഇവിടെ 3 ലൈൻ ഉണ്ടാവും, ഒരു പ്ലസ്, പിന്നെ വർട്ടിക്കൽ ലൈനിൽ 2 ഹൊറിസോണ്ടൽ ലൈൻ. ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൊറിസോണ്ടൽ സ്റ്റേഡിയ എന്ന് പറഞ്ഞത്. അതിൽ സെന്ററിൽ കോൺസൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സെന്ററിൽ വരുന്ന റീഡിങ് ഏതാണോ സെന്റർ എവിടെയാണോ കോൺസൈഡ് ചെയ്യുന്നത് ആ റീഡിംഗ് ആണ് നമ്മൾ സ്റ്റാഫിൽ എടുക്കേണ്ടത്. ഇപ്പൊ സ്റ്റാഫിൽ ഇവിടെയാണ് അത് റീഡിങ് വന്നിട്ടുള്ളത്. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് 20.2 മീറ്റർ എന്നാണ് എത്തുന്നില്ല, അതിന് തൊട്ട് മുമ്പാണ്. എന്ന് പറഞ്ഞാൽ 0.995 ഇവിടെ നോക്കാം. 0.195 സോറി, ഇവിടെ ഈ പിന്നെ ബ്ലാക്കിലല്ല ഉള്ളത്, ഇവിടെ 5 എത്തുന്നില്ല. ഇവിടെ പോയിന്റ് ആണ് 0.190 കംപ്ലീറ്റ്. ഇവിടെ 9 ഉള്ളത്. ഇവിടെ നോക്കാം 1 2 3 4 5 6 7 8 9 ഇവിടെ എന്നുള്ളത്. ഇവിടെ എത്തുമ്പോഴാണ് ഇതിന്റെ മുകളിൽ എത്തുമ്പോഴാണ് ഇപ്പം 0.190 ഇതാണ് ഇവിടെ റീഡിങ്. ഇപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് റീഡിങ് എടുക്കേണ്ടത്. ഇനിയിപ്പം വേറൊന്ന് നോക്കാം. പോയിന്റ് അപ്പൊ കുറച്ച് താഴെയാണ് നമുക്ക് റീഡിങ് കിട്ടുന്നത്. ഇവിടെ കുറച്ചിപ്പുറം വന്നതിൽ 85 വരിക. കാരണം
ഏകദേശം ഈ വൈറ്റിലാണ് വരുന്നത്. വൈറ്റിൽ വരുമ്പോൾ 5 ഡിവിഷനാണ് 0.005 വരിക. ഓക്കെ, ഇങ്ങനെയാണ് റീഡിങ് നമുക്ക് ടെലസ്കോപ്പിൽ കൂടി കാണാം. അപ്പൊ ഇതിനെയാണ് ക്രോസ് വയർ എന്നാണ് പറയാ. ഇത് ആണ് നമ്മളെ വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഐ പീസ് ഫോക്കസിംഗ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായി വിസിബിൾ ആകുന്നതിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നതിനാണ് ഫോക്കസിംഗ് ഓഫ് ദി ഐ പീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ റീഡിങ് എത്ര ആയിരിക്കും? ഇവിടെ എത്തിക്കഴിഞ്ഞാല് 0.1 പിന്നെ 2 3 പിന്നെ 0.1 2 3 ഇവിടെ എത്തുമ്പോ എത്ര 2 മേലെയായി. അപ്പൊ 0.213 0.235 ആ രീതിയിൽ നമുക്ക് റീഡിങ് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാഫിൽ നിന്ന് എടുക്കാൻ വേണ്ടി കഴിയും. ഇങ്ങനെയാണ് ഒരു ഡബ്ബി ലെവൽ ഉപയോഗിച്ച് നമുക്ക് റീഡിങ് മെഷർ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് എങ്ങനെയാണ് ഒരു സ്റ്റാഫ് റീഡിങ് ഉപയോഗിച്ച് റീഡിങ് എടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയാണ് ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ലെവലിംഗ് സ്റ്റാഫ് ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലെവൽസ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലെവൽ, ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ എന്തൊക്കെ ലെവലിംഗ് സർവേ ആണ് സാധാരണ നമുക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് എന്തൊക്കെ സർവേ ആണ് ചെയ്യുക, അതിനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലെവലിംഗ് എന്ന് പറയുന്നത്. അതിലൊന്ന് സിമ്പിൾ ലെവലിംഗ്, ഡിഫറൻഷ്യൽ ലെവലിംഗ്, ഫ്ലൈ ലെവലിംഗ്, ചെക്ക് ലെവലിംഗ്, പ്രൊഫൈൽ ലെവലിംഗ്, ക്രോസ് ലെവലിംഗ്, റെസിപ്രോക്കൽ ലെവലിംഗ് ആൻഡ് പ്രിസൈസ് ലെവലിംഗ്, ട്രിഗണോമെട്രിക് ലെവലിംഗ് ആൻഡ് ബാരോമെട്രിക് ലെവലിംഗ്, ഹൈപ്പർസോമെട്രിക് ലെവലിംഗ്. അപ്പൊ നമുക്ക് എല്ലാത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഇതൊക്കെ ലെവലിംഗ് ഉണ്ടെന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സിമ്പിൾ ലെവലിംഗ്, ഡിഫറൻഷ്യൽ ലെവലിംഗ്, ഫ്ലൈ ലെവലിംഗ്, ചെക്ക് ലെവലിംഗ്, പ്രൊഫൈൽ ലെവലിംഗ്, ക്രോസ് ലെവലിംഗ്, റെസിപ്രോക്കൽ ലെവലിംഗ് ആൻഡ് പ്രിസൈസ് ലെവലിംഗ്. ഇത്രയും ലെവലിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് വരുന്നത്. അതിൽ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ലെവലിംഗ് ആണ്. കാരണം 2 പോയിന്റ്സ് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക, അതിനാണ് ഡിഫറൻസ് ലെവലിംഗ് എന്ന് പറയുന്നത്. 2 പോയിന്റ്സിന് വളരെ ഫാർ ഡിസ്റ്റൻസിലെ, കാരണം ഒന്ന് നമ്മളെ കണ്ണൂരിൽ നിന്നും നമ്മുടെ പഴയങ്ങാടിയിൽ തമ്മിലുള്ള ഡിസ്റ്റൻസിലെ ഡിഫറൻഷ്യൽ ലെവലിംഗ് കണ്ടുപിടിക്കും, ഒരുപാട് ഡിസ്റ്റൻസ്. സിമ്പിൾ എന്ന് പറയുന്ന ഒരു സിംഗിൾ സ്റ്റേഷനിൽ ഇൻസ്ട്രുമെന്റ് ഫിക്സ് ചെയ്ത് 2-3 പോയിന്റ്സ് തന്നെ ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിനാണ് എന്താ പറയുന്നത്, സിമ്പിൾ ലെവലിംഗ് എന്ന് പറയാം. അപ്പൊ അതൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ക്ലാസിഫിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ये बहुत ही जैसा कि नाम बता रहा है सिंपल लेवलिंग, तो वाकई में ये सिंपल लेवलिंग रहता है। किन्हीं भी 2 बिंदुओं के बीच की ഇതാണ് സിമ്പിൾ ലെവൽ. ഇൻസ്ട്രുമെന്റ് ഒരു O എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെന്റ് ഫിക്സ് ചെയ്യുന്നു. A എന്ന 2 പോയിന്റ് ഉണ്ട്. അപ്പൊ ആദ്യം ഇൻസ്ട്രുമെന്റ് എയിൽ ഫിക്സ് ചെയ്തു, O എന്ന പോയിന്റ്സിൽ ഫിക്സ് ചെയ്തു, എയിലേക്കുള്ള ബാക്ക് സൈറ്റ് എടുത്തു. അപ്പൊ ആദ്യം എടുക്കുന്ന റീഡിങ്ങിനെ ബാക്ക് സൈറ്റ് എന്ന് പറയും, പിന്നെ എടുക്കുന്ന റീഡിങ്ങിനെ ഇന്റർമീഡിയറ്റ് എന്ന് പറയും, ലാസ്റ്റ് എടുക്കുന്ന റീഡിങ്സിനെ ബാക്ക് സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ്. അങ്ങനെ 3 റീഡിങ്സ് ആണ് സാധാരണ വരിക. അപ്പൊ O എന്ന പോയിന്റ്സിൽ എടുത്ത് A എന്ന 2 പോയിന്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് 2 പോയിന്റ് തമ്മിലുള്ള डिफरेंस कंडुपिडिक्कुन्नതിനാണ് എന്ത് പറയുന്നത്, ऊंचाई और नीचाई के फर्क को अगर जानना हो तो ये इस प्रकार का सिंपल लेवलिंग किया जाता है। मान लीजिए A और B 2 बिंदु हैं जिनके बीच का ऊंचाई और नीचाई का फर्क हमको ज्ञात करना है। तो इंस्ट्रूमेंट जो है डंपी लेवल वो O पॉइंट जो कि
ए और बी के लगभग मध्य में सेट किया जाता है और ए पर स्टाफ रीडिंग ली जाती है और बी पर भी स्टाफ रीडिंग ली जाती है। तो स्टाफ रीडिंग ए और स्टाफ रीडिंग बी का जो भी फर्क रहा കുറച്ച് കാര്യങ്ങൾ ഹിന്ദിയിൽ മനസ്സിലാക്കാൻ ഞാൻ അതുകൊണ്ട് ഹിന്ദിയിൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലനേഷൻ കേൾപ്പിച്ചു തന്നത്. കാരണം രണ്ട് പോയിന്റ് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് സിമ്പിൾ ആയിട്ട് ഡിഫറൻസ് കാണാൻ വേണ്ടി. നമ്പർ 2 ഡിഫറൻഷ്യൽ ലെവലിംഗ്, दूसरा ലെവലിംഗ് ഡിഫറൻഷ്യൽ ലെവലിംഗ്. डिफरेंशियल लेवलिंग എന്താണ് ഡിഫറൻഷ്യൽ ലെവലിംഗ് നോക്കാം. जब भी किन्हीं दो बिंदुओं के बीच की दूरी बहुत ज्यादा होती है या किन्हीं दो बिंदुओं के बीच का लेवल डिफरेंस बहुत ज्यादा होता है या ഇതും രണ്ട് പോയിന്റ് തമ്മിലെ ലെവൽ ഡിഫറൻസ് ആണ് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ആ രണ്ട് പോയിന്റ് തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് അപ്പുറമാണ്. ഒന്ന് കണ്ണൂരാണ്, രണ്ട് പഴയങ്ങാടിയാണ്, അല്ലെങ്കിൽ ഒന്ന് കണ്ണൂരാണ്, മറ്റേത് കാസർഗോഡാണ്. അപ്പൊ കണ്ണൂരിൽ നിന്നും നമ്മൾ കാസർഗോഡിലേക്ക് ലെവൽ എടുത്തു പോകണം. അതാണ് നമ്മൾ റോഡ് സൈഡിലേക്ക് സർവേ എന്ന് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലെവൽ ഡിഫറൻസ് ഇങ്ങനെ എടുത്തെടുത്തെടുത്തെടുത്ത് അങ്ങനെ പോകും. അപ്പം ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് തമ്മിൽ ഒരു ബെഞ്ച് മാർക്കിൽ നിന്നും എടുത്ത് അടുത്ത് വേറൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ഒരു പോയിന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഫാർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് ഇവിടെ നിങ്ങൾ നോക്കാം. ഇവിടെ ഒരു ബി എം, പിന്നെ ഇവിടെ ഒരു ബി എം, പിന്നെ അതിന്റെ അടിയിൽ കുറെ സ്റ്റാഫ് റീഡിങ് വേറെയും വരും. അതിനൊക്കെ നമ്മൾ ചേഞ്ച് പോയിന്റ് എന്നാണ് പറയാം. ചേഞ്ച് പോയിന്റ്, കുറെ ചേഞ്ച് പോയിന്റ് എടുത്ത് ഇങ്ങനെ ഇൻസ്ട്രുമെന്റ് മാറ്റി മാറ്റി വെച്ചുകൊണ്ടേ എന്ത് ചെയ്യാം, റീഡിങ് സീരിയസ് ആയിട്ട് എടുത്തെടുത്ത് പോകാം. ഇങ്ങനെ ചെയ്യുന്ന ലെവലിങ്ങിനെയാണ് डिफरेंशियल लेवलिंग है। बिंदुओं के बीच में कोई बाधा उत्पन्न हो जाती है, उस केस में हम लोग डिफरेंशियल लेवलिंग करते हैं। इस डिफरेंशियल लेवलिंग को हम लोग कंपाउंड लेवलिंग भी बोलते हैं और कंटीन्यूअस लेवलिंग भी बोलते हैं। मान लीजिए ए और बी दो बिंदु हैं जिनकी दूरी बहुत ज्यादा है और ഫിഗറിൽ കണ്ടിട്ടുണ്ടാവും എ ആൻഡ് ബി തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണുന്നത്. പക്ഷെ അത് തമ്മിൽ കിലോമീറ്ററുകൾ തമ്മിൽ ഡിഫറൻസ് ഒരു കാരണവശാലും പരസ്പരം കാണില്ല. എന്ന് പറഞ്ഞാൽ നേരത്തെ സിമ്പിൾ പിന്നെ ലെവലിംഗ് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ തന്നെ നമുക്ക് റീഡിംഗ് എടുക്കുന്നതിനാണ് സിമ്പിൾ ലെവൽ എന്ന് പറയുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് കുറെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ വേണ്ടി വരും എ എന്ന് ബിയിലേക്ക് ലെവൽ ഡിഫറൻസ് നമ്മൾ കാണാൻ. അപ്പൊ അതിന്റെ ഇടയിൽ O1, C1, O2, A3, O4 എന്നെല്ലാം പറയുന്നത് എന്താണ്, കുറെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ആണ്. C1, C2, C3 എന്ന് പറയുന്നത് കുറെ ചേഞ്ച് പോയിന്റ് ആണ്. അത് നമുക്ക് വേണ്ടാത്ത പോയിന്റ് ആണ്. നമ്മുടെ മെയിൻ പോയിന്റ് എന്താണ്, എ ആൻഡ് ബി ആണ്. लेवल है, एक लेवलिंग होती है फ्लाई लेवलिंग। പിന്നെ അടുത്തത് എന്താണ്, ഫ്ലൈ ലെവൽ. മൂന്നാമത്തെ ലെവലിംഗ് ഫ്ലൈ ലെവൽ. എന്താണ് ഫ്ലൈ ലെവൽ നോക്കാം. लेवलिंग जब भी किसी प्रोजेक्ट का हमको एक टेम्पररी बेंचमार्क सेट करना होता है, जीटीएस बेंचमार्क के सापेक्ष या परमानेंट बेंचमार्क के सापेक्ष, उस केस में हम लोग फ्लाई लेवलिंग का इस्तेमाल करते हैं। फ्लाई लेवलिंग में सिर्फ बैक साइड और फोर साइड लिया जाता है और दो बिंदुओं के लगभग मध्य में डंपी लेवल को പോയിന്റ് കണ്ട് ആ പോയിന്റ്സിന്റെ ഒക്കെ ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ലെവലിങ്ങിനെയാണ് എന്ത് പറയുന്നത്, ഫ്ലൈ ലെവലിംഗ് എന്ന് പറയാ. അതിന്റെ ഓരോ പോയിന്റ്സും നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് തന്നെയാണ്. ആ ഒരു ഇന്റർവെൽ ഇപ്പൊ 30 മീറ്റർ ഇന്റർവെല്ല് അല്ലെങ്കിൽ 50 മീറ്റർ ഇന്റർവെല്ല്, അങ്ങനെ ഓരോ ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യും, റീഡിങ് ഇപ്പൊ 30 മീറ്റർ 50 മീറ്റർ 60 മീറ്റർ ഇന്റർവെല്ലിലൊക്കെ റീഡിങ് നമ്മൾ എടുക്കാം. അങ്ങനെ എടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, റീഡിങ് എടുത്ത് लेवल डिफरेंस कंडुपिडिक्कुन्नതിനാണ് फ्लाई लेवल എന്ന് പറയുന്നത്. पीछे वाले बिंदु पर बैक साइड लेके फिर आगे वाले बिंदु पर फोर साइड लेके जहां को आगे बढ़ा के बहुत तेजी से इस कार्य को पूरा किया जाता है। अच्छा, किसी भी प्रोजेक्ट के दिन भर के कार्य को चेक करने के लिए भी फ्लाई लेवल का इस्तेमाल किया जाता है। अगला है हमारा लॉन्गिट्यूडिनल लेवलिंग। लॉन्गिट्यूडिनल लेवलिंग को प्रोफाइल, ഇതാണ് ഫ്ലൈ ലെവൽ. പിന്നെ ലോങ്കിറ്റ്യൂഡിനൽ ലെവൽ ഒരു പ്രൊഫൈൽ ലെവലിംഗ്. നമുക്ക് കൃത്യമായ രീതിയിൽ കട്ടിങ്ങും അതുപോലെ ഫില്ലിങ്ങും കൃത്യമായി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പൊ റോഡിന്റെ വീതി എത്ര ഉണ്ടാവും, അതിന്റെ ക്രോസ് സെക്ഷൻ അടക്കം നമുക്ക് കിട്ടണം. അപ്പൊ ലോങ്കിറ്റ്യൂഡിലും കിട്ടണം, ക്രോസ് സെക്ഷനും കിട്ടണം. അങ്ങനെ എടുക്കുന്ന കംപ്ലീറ്റ് പിന്നെ അതിന്റെ കട്ടിങ് ഫില്ലിങ് കൃത്യമായി കിട്ടണമെങ്കിൽ അതിന്റെ പറയുന്ന പേരാണ് ഇത് ലോങ്കിറ്റ്യൂഡിനൽ
लेवलिंग भी कहा जाता है। जब भी हमको किसी रोड का या रेलवे का अलाइनमेंट करना होता है तो उस रोड रेल के अलाइनमेंट के मध्य में लॉन्गिट्यूडिनल दिशा में जो भी लेवलिंग किया जाता है उसको हम बोलते हैं लॉन्गिट्यूडिनल लेवलिंग। और यहाँ प्रत्येक सेटअप के लिए नियमित अंतराल पर उतारे जाते हैं और पूरा അപ്പൊ നമ്മള് ഒരു പുതിയ പ്രൊജക്ടുകളും മറ്റൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം റെയിൽവേ റോഡ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ സെന്റർ നമ്മൾ കണ്ട് ആ സെന്ററിൽ നിന്ന് ഒരു ലെങ്ത് എടുത്ത് അതിന്റെ സെന്ററിന്റെ എത്ര കട്ടിങ്ങും ഫില്ലിങ്ങും കൃത്യമായ രീതിയിൽ കണ്ടുപിടിക്കുന്നതിനാണ് എന്താ പറയുന്നത് ലോങ്ജിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ പ്രൊഫൈൽ ലെവൽസ് എന്ന് പറയാ. അപ്പൊ ആ പ്രൊഫൈൽ ലെവലിൽ നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ട് ഇപ്പൊ നല്ല സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ലെവലാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മളൊരു ടാർഗറ്റ് ഒരു ഡാറ്റ വെച്ചുകൊണ്ട് എത്ര കട്ടിങ് എത്ര ഫില്ലിംഗ് എന്നുള്ളത് കൃത്യമായ കാര്യങ്ങൾ അതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ചെയ്യുന്ന ലെവലിങ്ങിനെയാണ് എന്ന് പറയുന്നത് ലോങ്ജിറ്റ്യൂഡിനൽ लेवलिंग हो रहा है. सेंटर लाइन का ऊंचाई और नीचाई हमको पूरे अलाइनमेंट के लिए लेवलिंग का लॉन्गिट्यूडिनल लेवलिंग के परपेंडिकुलर जो भी लेवलिंग की जाती है नियमित अंतराल पर उसको हम बोलते हैं क्रॉस सेक्शनल लेवल. അടുത്താണ് ക്രോസ് സെക്ഷണൽ ലെവൽ. നേരത്തെ എടുത്ത ലോങ്ജിറ്റ്യൂഡ് ലെവലിന് അതിന്റെ ക്രോസ് കാരണം നല്ല വിടുത്തുള്ള റോഡാണെങ്കിൽ കാരണം നമ്മൾ ആദ്യം സെൻട്രൽ ലൈന് മാത്രമാണ് ലെവൽ എടുത്തിട്ട് ലെവൽ ഡിഫറൻസ് കണ്ടത്. എന്നിട്ട് ഓരോ 30 മീറ്ററിന്റെ അതിന്റെ ക്രോസ് സെക്ഷൻ അടക്കം ലെവൽ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഓരോ പോയിന്റ്സ് പിന്നെ ഓരോ ഇന്നർ ആൻഡ് ഔട്ടർ വ്യത്യാസം ഒരു റോഡിന്റെ ഒരു ഭാഗം പിന്നെ കട്ടിങ് ഉണ്ടാവും, മറ്റേ ഭാഗം ഫില്ലിംഗ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഡിഫറൻസ് എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് എന്താ ചെയ്യാ അതിന്റെ ലെവൽ ഡിഫറൻസ് കാണും, അതിനെ क्रॉस सेक्शनल लेवल എന്നാണ് പറയുന്നത്. ये जहां पर भी रेलवे का अलाइनमेंट या रोड का अलाइनमेंट किया जाता है ഇവിടെ കാണാം ABCD എന്ന് പറയുന്നത് എന്താണ് റോഡിന്റെ അലൈൻമെന്റ് ആണ്. ആ റോഡിന്റെ അലൈൻമെന്റ്സിന്റെ ഇതിന്റെ ഓരോ റീഡിങ്സ് നമുക്കിപ്പോഴും L എന്ന് പറയുന്ന സ്റ്റാഫ് റീഡിംഗ് ആണ്. ഇതൊരു സ്റ്റാഫ് സ്റ്റേഷൻ ആണ്. ഇവിടെ എന്ത് ചെയ്യും ഇതുപോലെ ക്രോസ് സെക്ഷനും കൂടി എടുത്ത് അതിന്റെ ലെവൽ ഡിഫറൻസ് കാണാം. ഇപ്പൊ ഈ ഡോട്ട് ലൈൻ ഒക്കെ മാറുന്നത് അതിന്റെ क्रॉस सेक्शन ആണ്. അത് ക്രോസ് സെക്ഷനിൽ എടുക്കുന്നതിനാണ് എന്ത് പറയുന്നത് क्रॉस सेक्शन लेवल എന്ന് പറയുന്നത്. उस वहां पर जमीन की स्थिति क्या है ये पूरी तरह से दर्शाने के लिए परपेंडिकुलर में नियमित अंतराल जैसे कि 20 मीटर 40 मीटर या 50 मीटर पर लेवल्स उतारे जाते हैं और क्रॉस सेक्शंस बनाए जाते हैं. उसको हम बोलते हैं क्रॉस सेक्शनल लेवलिंग. इसके बाद नंबर आता है चेक लेवलिंग का. दिन भर के प्रोजेक्ट के कार्य को चेक करने के लिए फ्लाई लेवलिंग के द्वारा जो हम लेवलिंग ചെക്ക് ലെവലിംഗ് നമ്മൾ A ആൻഡ് B തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് കണ്ട് നമ്മൾ അവിടെ A എന്ന് Bയിലേക്ക് പോയി അവിടുന്ന് ഫിക്സ് ചെയ്തു ക്ലിയർ ചെയ്തു. പിന്നെ തിരിച്ച് B ന്ന് Aയിലേക്ക് വന്നിട്ട് ലെവൽ വേറൊരു റൂട്ടിൽ കൂടി വന്ന് എന്ത് ചെയ്യും ആ A ആൻഡ് B തമ്മിലുള്ള നേരത്തെയുള്ള ആറിൽ സെയിം തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ലെവലിങ്ങിനാണ് എന്ത് പറയുന്നത് ചെക്ക്. ഇപ്പൊ A ന്ന് Bയിലേക്കുള്ള ലെവൽ ഡിഫറൻസ് കണ്ടു, തിരിച്ച് B ന്ന് Aയിലേക്ക് വീണ്ടും വരും. ആ നേരത്തെ അതേ പോയിന്റിലെ വേറൊരു പോയിന്റിൽ കൂടി വരും. ഇവിടെ കാണാൻ ഇവിടെ ഡോട്ട് ലൈൻ എടുത്തുള്ള ഫിഗറിൽ കാണാം. ഈ ഡോട്ട് ലൈൻ എടുക്കാണെന്നാണ് തിരിച്ച് ഇപ്പൊ A ന്ന് Eയിലേക്ക് എത്തി A ന്ന് തിരിച്ച് Aയിലേക്ക് തന്നെ വന്ന് വീണ്ടും ക്ലോസ് ചെയ്യാം. സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ വീണ്ടും വന്ന് ക്ലോസ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ വീണ്ടും തിരിച്ചു വരുമ്പോൾ Aയിലേക്കുള്ള ആ റെഡ്യൂസ് ലെവൽ കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അങ്ങനെ കൃത്യമായി കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്